Unacademy. Let's crack it. Hi dear students, ഒരുപാട് കുട്ടികൾ എൻ്റെ അടുക്കൽ ഒന്ന് പറയാറുണ്ട് അവരുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് അവർക്ക് തുടർച്ചയായിട്ടുള്ള ഫോക്കസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അവരുടെ പ്രിപ്പറേഷനിൽ നിന്നും അവർ ഡീവിയേറ്റ് ചെയ്തു പോകാൻ, ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠനം അല്ലെങ്കിൽ പഠനത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു പ്രശ്നം വഴി അവർ ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, അനാവശ്യമായിട്ടത് നീട്ടിവെക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പൊമഡ്രോ ടെക്നിക്ക് എന്ന് പറയുന്നത്. പൊമഡ്രോ ടെക്നിക്കിൻ്റെ പ്രത്യേകത, ഇത് നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു ടാസ്ക്, ഒരു പക്ഷേ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിശ്ചിത നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നതാകാം. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ ടാസ്കുകൾ നിങ്ങൾ ചെറിയ ടൈം പീരീഡിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ബ്രോക്കൺ ചെയ്യുക. ഒരു 25 മിനിറ്റ്സിൻ്റെ ഒരു ടൈം പീരീഡിൽ ഇത്രമാത്രം കാര്യങ്ങൾ, ഈ ഒരു ടാസ്കിൻ്റെ ഇത്ര % കാര്യം ഞാൻ ചെയ്തു തീർക്കും എന്ന് നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക. അതുവഴി ആ 25 മിനിറ്റ്സിൽ നിങ്ങൾ അത് തീർക്കുന്നത് വഴി പിന്നീടുള്ള ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക, നിങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്യുക, നിങ്ങളുടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക. ഒരിക്കലും തന്നെ ഒരു കൂടുതലായിട്ടുള്ള ഡിസ്ട്രാക്ഷനിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, മറിച്ച് നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ആഫ്റ്റർ ദാറ്റ് എഗെയിൻ നിങ്ങളുടെ ടാസ്ക് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 25 മിനിറ്റ്സ് ചെറിയ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി ഒരുപാട് സമയം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബയോളജി വായിക്കുന്ന സമയത്ത്, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്, കെമിസ്ട്രി ക്വസ്റ്റ്യൻസുകൾ തിയറി പഠിക്കുന്ന സമയത്ത്, ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായ ഒരു റിസൾട്ടും ഇതുവഴി ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.